പ്രൈസ് ഗാഡ്. ന്യായപ്രമാണ പുസ്തകത്തിലെ വചനങ്ങളെ വായിക്കുവാനും കേൾക്കുവാനും വായിച്ചു കേൾപ്പിക്കുവാനും അത് പ്രമാണിക്കുവാനും ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. എന്നാൽ ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ രാജകീയ പ്രമാണത്തിനൊത്ത ചില വചനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. യാക്കോബീയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-9 വചനങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന തിരുവഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന്. പ്രിയ ദൈവമക്കളെ, അടുത്ത വചനത്തിൽ പറയുന്നു, മുഖപക്ഷം കാണിച്ചാലോ നാം പാപം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ രാജകീയ ന്യായപ്രമാണത്തിനൊത്ത ഒരു വേദഭാഗത്തെ ഒരു ദൈവിക കൽപ്പനയെ നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, ദൈവത്തിൻ്റെ ദാസനായ മോശെ മുഖാന്തരം ദൈവം 10 കൽപ്പനകൾ അല്ലെങ്കിൽ ന്യായപ്രമാണ പുസ്തകം ദൈവം നമുക്ക് നൽകി. ആത്മീയ ഇസ്രായേലിയരായ നാം ഓരോരുത്തരും ഇന്നും ആ കൽപ്പനകളെ നാം പ്രമാണിച്ചു വരുന്നു. ഭൂമിയിലെ അധികാരികൾക്ക് നാം എത്രമാത്രം കീഴ്പ്പെട്ട് കൽപ്പനകളെ അനുസരിക്കുന്നുവോ അതിലുപരി നാം സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ നാം വായിക്കുമ്പോൾ, നാം അത് പ്രമാണിക്കുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഇവിടെ രാജകീയ ന്യായ പ്രമാണത്തിനൊത്തവണ്ണമുള്ള ഒരു വചനമാണ് നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. അത് കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് മാത്രമല്ല അവിടെ പറയുന്നത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. നാം നമ്മെക്കുറിച്ച് നല്ല കെയറിങ് ഉള്ളവരാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നാം നല്ല രീതിയിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ്, പരിശ്രമിക്കുന്നവരാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരന് മറ്റാരായിരുന്നാലും നാം അവരെയും അതുപോലെ തന്നെ നാം കാണേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കർത്താവ് അത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഈ നാളുകളിൽ യേശുക്രിസ്തുവിൽ നാം അധികം വേരൂന്നി ദൈവസ്നേഹത്താൽ നാം നിറയപ്പെടുമ്പോൾ നിശ്ചയമായി നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നത് പോലെ കൂട്ടുകാരനെ, മറ്റുള്ളവരെ അവരുടെ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് സ്നേഹിക്കുവാനും അവരെ സഹായിക്കുവാനും സഹകരിക്കുവാനും നമുക്കിടയായിത്തീരും. നമുക്കുള്ളതുപോലെ നാം മറ്റുള്ളവരെ സഹായിക്കുക, നാം അവരെ സ്നേഹിക്കുക. അങ്ങനെ ചെയ്താൽ അത് നന്ന് എന്ന് വേദഭാഗം വായിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കണ്ണിൽ നല്ലതെന്ന് തോന്നുന്നതല്ല ദൈവം നല്ലതായിട്ട് കാണുന്നത്. ഈ വക കാര്യങ്ങൾ കർത്താവ് നല്ലതായിട്ട് കാണുന്നു. അടുത്ത വചനത്തിൽ പറയുന്നു, നിങ്ങൾ മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. പലപ്പോഴും നാം അവകാശപ്പെടുന്നവരാണ്, എടുത്തു പറയത്തക്ക അങ്ങനെ വലിയ പാപങ്ങളൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ നാം വായിക്കുന്നു, നാം മുഖപക്ഷം കാണിച്ചാൽ അത് നമ്മുടെ ഭവനത്തിലായിരുന്നാലും ദൈവസഭയിലായിരുന്നാലും നമ്മുടെ ജോലി മേഖലകളിലായിരുന്നാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരുന്നാലും എവിടെയായിരുന്നാലും മുഖപക്ഷം നാം കാണിക്കുന്നുവെങ്കിൽ നാം പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആയതിനാൽ ഈ നാളുകളിൽ നമുക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാം, നമ്മെ പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാം, അവരെ നമുക്ക് ചേർത്ത് പിടിക്കാം. നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ പാത നമുക്ക് പിന്തുടരാം. കാരണം നമ്മുടെ കർത്താവായ ദൈവം റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വചനത്തിൽ വായിക്കുന്നു, ദൈവത്തിന് മുഖപക്ഷമില്ല, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യാക്കോബ് 2:1 വായിക്കുന്നു, ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്കും മുഖപക്ഷം പാടില്ല എന്ന് വ്യക്തമായി ഇവിടെ കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ യാതൊരു കാരണവശാലും സത്യം വിട്ട് തെറ്റിപ്പോകുവാനിടയാകരുത്. ഈ രാജകീയ പ്രമാണം നമുക്കനുസരിക്കാം. സ്തോത്രം. നിശ്ചയമായ രാജാവായ കർത്താവ് ഈ ഭൂമിയിലും നമ്മെ അനുഗ്രഹിക്കും. മാത്രമല്ല, ആ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ, ജീവകിരീടം പ്രാപിക്കുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കി തീർക്കും. അതിനുപ്രകാരം നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അതിനുപ്രകാരം ഞങ്ങളെ പൂർണ്ണമായി താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ രാജകീയ പ്രമാണത്തിനൊത്ത
വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോ നാളും അത് കർത്താവെ വായിച്ച് ധ്യാനിച്ച് പ്രമാണിച്ച് മുന്നോട്ട് നീങ്ങുവാൻ സഹായിക്കണമേ. മുഖപക്ഷം എന്ന പാപം ഒരിക്കലും ഞങ്ങളിൽ കടക്കുവാനിടയാകരുതേ. മറ്റുള്ളവരെ ഞങ്ങളെക്കാളുപരി സ്നേഹിക്കുവാനും അവരെ ബഹുമാനിപ്പാനിടയാക്കി തീർക്കണം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ഹാപ്പി മൺഡേ. Wish you a wonderful week. May God bless you.